ഹായ് ഗൈസ്, നമ്മൾ ഒരാൾക്ക് സൺഫ്ലവർ കൊടുക്കുമ്പോൾ എപ്പോഴും 2 ഫ്ലവർ ആയിട്ട് കൊടുക്കണമെന്നാണ് പറയാറ്. ബിക്കോസ് ഇവർ ഈ ഡേ ടൈമിൽ സൂര്യനെ നോക്കിയാണ് നിൽക്കാറ്. നൈറ്റ് ടൈമിൽ മോസ്റ്റ്ലി ഫേസ് ഈച്ചത്, അതായത് സൂര്യന്റെ അഭാവത്തിൽ അവർ പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചിലരുണ്ടാവില്ലേ, നമ്മൾ ഇരുട്ടിലാകുമ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തോളൂ. അപ്പോൾ ശരി, ഓക്കെ, ബൈ, ടാറ്റാ. ഹായ് ഗൈസ്, നിങ്ങൾ ജേർണൽ ചെയ്തിട്ടുണ്ടോ? ഇതുവരെയും ചെയ്യാത്തവരാണെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ചെയ്തു നോക്കണം. ബിക്കോസ് ഇതുപോലെ ഒരു ഹാപ്പിനെസ് കിട്ടുന്ന സംഭവം വേറെ തന്നെ ഇല്ല. ഇതിന് വലിയ സാഹിത്യമോ എസ്തെറ്റിക്കോ അങ്ങനെ ഒന്നും വേണ്ട. നമ്മുടെ തോട്ട്സ്, ദേഷ്യം, സങ്കടം, വിഷമം ഉള്ളതുപോലെ ഒരു ബുക്കിൽ അങ്ങ് എഴുതുക. ഒരു 5 രൂപയും കൂടെ എടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോസ് ഇങ്ങനെ കളർ കോപ്പി ആയിട്ട് ഫോട്ടോസ്റ്റാറ്റ് കടയിൽ നിന്ന് എടുക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. പിന്നീട് എപ്പോഴെങ്കിലും ഇതൊന്ന് മറിച്ചു നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലേ? അപ്പൊ ശരി, ഓക്കെ, ബൈ, ടാറ്റാ. ഹായ് ഗൈസ്, ഞാനൊരു കഥ പറയട്ടെ. പണ്ടൊരു രാജകൊട്ടാരത്തിൽ വളരെ എക്സ്പെൻസീവ്, വളരെ ഭംഗിയുള്ള ഒരു മൺപാത്രം ഉണ്ടായിരുന്നു. ഒരു ദിവസം രാജാവിന്റെ അശ്രദ്ധ മൂലം അത് തറവിന് കഷ്ണങ്ങളായി പൊട്ടിപ്പോയി. അങ്ങനെ രാജാവിന് ഒത്തിരി വിഷമായി. പക്ഷേ ആ കൊട്ടാരത്തിൽ ഒരു ശില്പി ഉണ്ടായിരുന്നു. അദ്ദേഹം ആ പൊട്ടിപ്പോയ കഷ്ണങ്ങളൊക്കെ എടുത്ത് സ്വർണത്തെ മുക്കി പരസ്പരം ഒട്ടിച്ചേർത്തു. അത്ഭുതം എന്ന് പറയട്ടെ, സ്വർണത്തിന്റെ വരകളൊക്കെ വന്നപ്പോ പഴയതിനേക്കാളും ഭംഗിയായി. ഈ കഥ ഞാൻ ഇവിടെ പറയാൻ കാരണം, ഇപ്പൊ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന ഡ്രോയിങ് എന്റെ പാളിച്ചയിൽ നിന്നുണ്ടായതാണ്. ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ച ഡ്രോയിങ് ചെറുതായിട്ടൊന്ന് കൊളായി. പക്ഷേ കൊളായാൽ എന്താ, എനിക്കൊരു അടിപൊളി ഐഡിയ കിട്ടി. അങ്ങനെ ആ പിക്ചർ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയി. ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോഴേ ഞാനേ ഈ പിൻട്രസ്റ്റിൽ എന്തെങ്കിലും ഫോം ക്ലേ റിലേറ്റ് ചെയ്തിട്ടുള്ള DIY കണ്ട ഉടനെ തന്നെ പോയി ഫോം ക്ലേ മേടിച്ചു വെക്കേ. എന്നിട്ട് പോയി മേടിക്കുന്നതിന്റെ സ്പീഡൊന്നും അത് വെച്ച് എന്തെങ്കിലും ചെയ്യണമെന്നില്ല. ആ ഫോം ക്ലേ ഒരു മൂലക്കിരുന്ന് അതങ്ങ് ചീത്തായി പോകും. അങ്ങനെ ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ പോയി ഫോം ക്ലേ ഒക്കെ മേടിച്ചു. മാസം 1-2 ആയി അതവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇനി അത് യൂസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിനും കൊള്ളാത്തതായി പോകും. അതുകൊണ്ട് അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ച് എടുത്തപ്പോഴാണ് ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തത്. അപ്പൊ എനിക്ക് തോന്നി ഒരു സൺഫ്ലവർ ബൊക്കെ എന്നെ ഉണ്ടാക്കി കളയാം. ആക്ച്വലി എനിക്ക് ബൊക്കെ ഉണ്ടാക്കാൻ അധികം അറിയില്ല, എന്നാലും ഏതാണ്ടൊക്കെ തട്ടിക്കുട്ടി. അപ്പൊ ഗൈസ്, എങ്ങനെയുണ്ട്? ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോഴേ ഇന്ന് നമ്മൾ ഫോം ക്ലേ വെച്ച് ചെയ്ത സൺഫ്ലവർ ബൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാരും കണ്ടായിരുന്നോ? കാണാത്തവര് ഒന്ന് പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഫോം ക്ലേ വെച്ച് റോസ് ഉണ്ടാക്കാം. സംഭവം ചെയ്യാൻ വളരെ ഈസിയാ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാതെ തന്നെ നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാവും. ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമായത് കൊണ്ടല്ലേ നിങ്ങൾ ഇപ്പോഴും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്നാ പിന്നെ ഒരു സബ്സ്ക്രൈബും കൂടെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തൂടെ? എന്താ ഗൈസ് ഒരു മടി സബ്സ്ക്രൈബ് ചെയ്യാൻ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തൂടെ? പിന്നെ വെറും സബ്സ്ക്രൈബ് മാത്രം ചെയ്തിട്ട് പോലെ ഒരു ലൈക്കും ഷെയറും കമന്റും അതും കൂടി പ്ലീസ്. അപ്പൊ ശരി, ഓക്കെ, ബൈ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോഴേ ഇന്ന് നമുക്ക് കഴിഞ്ഞൊരു ദിവസം ഞാനൊരു പൂച്ചക്കുട്ടി ഉണ്ടാക്കിയിരുന്നില്ലേ, അന്ന് അതിന് പെയിന്റ് അടിക്കുന്ന വീഡിയോ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമുക്ക് അതിന്റെ മേക്കിംഗ് വീഡിയോ കണ്ടാലോ? അപ്പൊ കമൺ ഗൈസ്, നമുക്ക് തുടങ്ങാം. ബൈ ദ വേ ഗൈസ്, ഇന്ന് എന്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, എന്റെ സ്വന്തം കുഞ്ഞു മറിയം. ആളെന്നെ സഹായിക്കാനാണ് വന്നെങ്കിലും സഹായം കുറച്ച് കൂടിയുണ്ട്. എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എന്നാലും ഇറ്റ്സ് ഓക്കെ. അവള് കുറെ എൻജോയ് ചെയ്തു. അപ്പൊ ഗൈസ്, നമ്മള് കാൻഡിൽ വീഡിയോസിന് കുറച്ച് ബ്രേക്ക് കൊടുത്തിട്ട് മറ്റു ക്രാഫ്റ്റുകളാണ് ഇപ്പൊ ചെയ്യാറ്. പക്ഷേ കാൻഡിൽ വീഡിയോസിന് കിട്ടുന്ന സപ്പോർട്ടൊന്നും മറ്റു ക്രാഫ്റ്റ് വീഡിയോസിനൊന്നും കിട്ടുന്നില്ല. ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ക്രാഫ്റ്റ് വീഡിയോസും ഞാൻ അത്ര തന്നെ എഫേർട്ട് എടുത്താ ചെയ്യാറ്. പലപ്പോഴും തോന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് യൂട്യൂബ് എന്റെ ചാനൽ മാത്രം പുഷ് ചെയ്യാത്തത്. അതിന്റെ ഉത്തരം എനിക്ക് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്നെ കൊണ്ട് പറ്റും പോലെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാറുണ്ട്, എന്നാലും നോ ഐഡിയ, എനിക്കറിയാൻ പാടില്ല എന്ന് ഈ ചാനൽ ഒന്ന് രക്ഷപ്പെടും. അപ്പൊ ഗൈസ്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ പൂച്ചക്കുട്ടി എങ്ങനെ ഇഷ്ടമായ ലൈക്ക്, ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ശരി, ഓക്കെ, ബൈ, ടാറ്റാ.